ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കപ്പോൾ ഒരു ചെറുപഴം വെച്ചിട്ട് ഒരു പഴംപൊരി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ബൗളിലേക്ക് ഇടുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ളു ഉപ്പ്, 1 നുള്ളു സോഡാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഒന്നിച്ച് ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പാകത്തിന് വെള്ളം ഒഴിക്കുക. നല്ലോണം ഒന്നിച്ച് വെള്ളം ഒഴിക്കാതിരിക്കുക. കട്ടല്ലാതെ ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കുക. അതും ഇതിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ പരുവത്തിലാട്ടോ മാവ് വേണ്ടത്. നല്ല ലൂസാവരുത്, പിന്നെ ടൈറ്റ് ആവരുത്. അതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ നമുക്ക് ചെറുപഴം എടുത്തിട്ട് ചെരിച്ച് സ്ലൈസ് ചെയ്തെടുക്കാം. അത് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് മാവ് എല്ലാ ഭാഗവും കുഴഞ്ഞെടുക്കുക. ഇതുപോലെ പഴത്തിൻ്റെ എല്ലാ ഭാഗവും ആകുന്ന വരെ ഇങ്ങനെ കുഴഞ്ഞു കൊടുക്കുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞങ്ങളിവിടെ വെജിറ്റബിൾ ഓയിലായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും എടുക്കാം. വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഉമ്മച്ചി പറഞ്ഞു. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഭാഗം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ദെൻ 2 ഭാഗം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ എല്ലാ പഴവും ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.